പൊന്നുമക്കളിലുള്ള എല്ലാ പൈശാചികമായ ഷറുകളും കരിഞ്ഞില്ലാതെയാവാൻ, പൊന്നുമക്കളിലുള്ള സിഹർ സംബന്ധമായ, കണ്ണീർ സംബന്ധമായി, നാപ്പൽ സംബന്ധമായ പ്രയാസങ്ങൾ ഇല്ലാതെയായി കിട്ടാൻ, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഭയക്കുന്നുണ്ട്, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം നീങ്ങിക്കിട്ടാൻ, പൈശാചികമായ സകല ഷറുകളും ഇല്ലാതെയാവാൻ തങ്ങൾ എന്നോടുകൂടെ ഒരു രൂപം സഞ്ചരിക്കുകയാണ്, കറുത്ത രൂപം. മക്കളുടെ പഠന വൈകല്യങ്ങൾ ഇല്ലാതെയായി കിട്ടാൻ, ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാവാൻ ഈ അമലുകൾ ചെയ്തു നോക്ക്. ഇത് മുജറബായിട്ടുള്ള അമലാണ്, റിസൾട്ട് ഉറപ്പാണ്. മക്കൾക്ക് വലിയ ഒരു കവചം തീർക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്നൊരു വിഷയമാണ് പൊന്നു മക്കളുടെ വിഷയങ്ങൾ. തങ്ങളെ മക്കൾക്ക് പൈശാചികമായിട്ടുള്ള ഷെറുണ്ട്, ഇത് നീങ്ങാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മക്കൾക്ക് നിരന്തരമായി കണ്ണീറേറ്റുകൊണ്ടിരിക്കുകയാണ്, ഇത് നീങ്ങാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അടുത്ത് ഒരു കുടുംബം വിളിച്ച ഒരു കുട്ടിക്ക് ഫോൺ കൊടുത്തിട്ട് ആ കുട്ടി എന്നോട് സങ്കടം പറഞ്ഞ ഒരു വിഷയമാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു കറുത്ത രൂപം കാണുകയാണ്, എന്നോടൊപ്പം ഒരു രൂപം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, അതുകൊണ്ട് വലിയ വിഷമത്തിലാണ്, തങ്ങളെ വലിയ സങ്കടത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഞങ്ങളെ ഭൂമിയും വീടും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി. മക്കൾക്കൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞൊരു കുടുംബം. ആ കുടുംബത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്താണ്. അങ്ങനെയുള്ള ധാരാളം വിഷയങ്ങളിൽ ബുദ്ധിമുട്ടാകുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്, ധാരാളം മക്കളുണ്ട്. രാത്രിയിലുള്ള മൂത്രമൊഴിക്കൽ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ഒരു വിഷയം പറയുന്ന ധാരാളം കുടുംബങ്ങൾ, ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നത്, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നത്, പഠന വൈകല്യങ്ങൾ, ഇതെല്ലാം മക്കളിൽ നിന്ന് ഇല്ലാതെയായി കിട്ടാൻ ഒരു അത്ഭുതകരമായിട്ടുള്ള അമൽ മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ച ജൽജലൂത്ത് ബൈത്തിലെ ഒരു ബൈത്തിനെ അവിടുന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ ഒരു ബൈത്തിനെ ഇപ്രകാരം ചെയ്താൽ പൊന്നുമക്കളിലുള്ള സകല പൈശാചികമായ ഷറും ഇല്ലാതെയാവും. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, വിഷയം നമുക്ക് മനസ്സിലായി അല്ലേ? ഈ ഒരു വിഷയത്തിന് ഇൻഷാ അല്ലാഹ് ഇതാണ് നിങ്ങൾക്ക് പരിഹാരം, ഇതാണ് നിങ്ങൾ പൊന്നുമക്കളിൽ ചെയ്തു വെക്കേണ്ട കവചം. അമല് പറയുന്നതിന് മുമ്പ്, ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ധാരാളം ആളുകളാണ് സങ്കടം പറഞ്ഞ് സമീപിക്കുന്നവർ. ഇവിടെ വരുന്നവർക്കറിയാം, ഒരു ശനിയും തിങ്കളും ധാരാളം ആളുകളാണ് ഇവിടത്തേക്ക് സങ്കടം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ശനിയും തിങ്കളും ബുക്ക് ചെയ്തു വരിക, വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസവും എല്ലാ ഇടങ്ങേറും അള്ളാഹുവിനെ തീർത്ത് നൽകണം. അള്ളാഹ് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണം. അള്ളാഹ് ഞങ്ങളെ പൊന്നുമക്കൾക്ക് അള്ളാഹു വലിയ ഉയർച്ച കൊടുക്കണേ തമ്പുരാനെ. അവരെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അള്ളാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ല തമ്പുരാനെ, റൗഡികളും തമ്മാടികളും ആക്കല്ല അള്ളാഹ്. ഇൻഷാ അല്ലാഹ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഇത്ര ബുദ്ധിമുട്ടുള്ള മക്കളെ എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ മഹാന്മാരായ ബദ്ർ ശുഹദാക്കളുടെ പേരിൽ 3 യാസീൻ ഓതിക്കൊണ്ട്, ഓരോ യാസീൻ ഓതുന്ന സമയത്തും ഓരോ മുബീനെത്തുമ്പോൾ പൊന്നുമക്കളെ തലയിൽ മന്ത്രിക്കാം. ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം മന്ത്രിക്കാം. പിന്നീട് ഒരു വെള്ളിയാഴ്ച രാവിലെ, അതായത് സുബഹി നിസ്കാരത്തിന് ശേഷം ഈ ഒരു ബൈത്ത് വെള്ള പേപ്പറിൽ 40 പ്രാവശ്യം എഴുതുക. ജൽജലൂത്ത് ബൈത്തിലെ ഈ ഒരു ബൈത്ത് മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തി. ഈ ഒരു ബൈത്ത് മഹാനവറുകൾ വലിയ പണ്ഡിതനായിരുന്നു. മഹാനവറുടെ കിതാബുകൾ ഇന്നും പച്ചയായി മുസ്ലിം സമുദായം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാൻ അവിടുന്ന് പരിചയപ്പെടുത്തിയ ഒരു ബൈത്താണ് ഈ ഒരു ബൈത്ത്. ഞാൻ ഇവിടെ ചൊല്ലി കേൾപ്പിക്കാം.
ബിഹിക്മാതിൻ മൗലാനൽ അലീമി ബിനാഅലത്. ഈ ബൈത്തിനെ 40 പ്രാവശ്യം എഴുതാം. വെള്ള പേപ്പറിൽ നല്ല ഭംഗിയായി വൃത്തിയായി എഴുതി പിടിപ്പിക്കാം. പിന്നെ ഈ അറഫുകൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഞാനിവിടെ കൊടുത്തതുപോലെ എഴുതുക. ഒറ്റ പ്രാവശ്യം. ആഹ് ആഹ് ആഹ്, സ്വദ് ഹദ് വാവ് ഷദ്, ഹാ ഹാ ത്വഹ് ത്വഹ്. മനസ്സിലായോ? ഇതേപോലെ അലിഫിട ഹാ, അതായത് അഹ്, അലിഫിട ഹാ ഇട അഹ്, അലിഫിട ഹാ ഇട അഹ്, സ്വാദ് ദാല് സ്വദ്, ഹാ ദാല് ഹദ്, പിന്നെ വാവ്, പിന്നെ ഷീന് പുള്ളിയുള്ള ഷീന് ദാല് ഷദ്, ഹാ 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 ത്വാ ഹാ ത്വഹ്, പിന്നെ ത്വാ ഹാ ത്വഹ്. ഇൻഷാ അല്ലാഹ്. പിന്നെ ആരാണോ ഇത്ര ബുദ്ധിമുട്ടുള്ളത്, മുഹമ്മദ്, കുട്ടിൻ്റെ പേര് മുഹമ്മദാണ്, അവൻ്റെ ഉമ്മാൻ്റെ പേര് നഫീസ, മുഹമ്മദ് ഇബ്നു നഫീസ എന്നെഴുതാം. എന്നിട്ട് ഇതിനൊരു ഉറുക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ ഉറുക്കായിട്ട് ചുരുട്ടിയിട്ട് ടാപ്പ് ചുറ്റിയിട്ട്, അതായത് വെള്ളം തട്ടിയാൽ കേടുവരാത്ത രീതിയിൽ ടാപ്പ് അതിൻ്റെ മുകളിൽ ചുറ്റിയിട്ട് ഒരു ഉറുക്കായിട്ട് കെട്ടി കൊടുക്കാം മക്കൾക്ക്. അല്ലെങ്കിൽ ഇത് കെട്ടാൻ വിസമ്മതിക്കുന്ന മക്കളാണ്, ഇത് മടക്കിയിട്ട് അവരുടെ പേസിലോ അല്ലെങ്കിൽ അവരുടെ മൊബൈലിൻ്റെ അടിയിലോ, ഇപ്പോൾ മൊബൈലാണല്ലോ സുലഭമായിട്ട് പേസിനേക്കാളും കൊണ്ടടക്കൽ, മൊബൈലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ അവരുടെ ബാഗിലോ സൂക്ഷിക്കാം. ഒരു പൈശാചികമായ ഷർറ് അവനിൽ ഏൽക്കൂല, നമ്മളിലുള്ള ഷർറായിരിക്കും. പിശാച് ഒരിക്കലും അടങ്ങൂല മുഅ്മിനീങ്ങളെ. നമ്മൾ മാതാപിതാക്കളായി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് അതിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെയും അവർ വെറുതെ വിടൂല. ചെറിയ പൈതലാണെങ്കിലും വെറുതെ വിടൂല. അതുകൊണ്ട് മക്കൾ ഇത് കെട്ടിക്കൊടുക്ക്, അവർക്ക് ഉപദ്രവമില്ലാതിരിക്കട്ടെ, പൈശാചികമായ ഷെറില്ലാതിരിക്കട്ടെ, കണ്ണീർ തട്ടാതിരിക്കട്ടെ, ഒരു നാപ്പലവും പൊന്നു മക്കളിൽ തട്ടാതിരിക്കട്ടെ. പഠനവൈകല്യം, പൈശാചികമായ ഷെറ് വന്നുകൊണ്ട് പഠനവൈകല്യമുള്ള മക്കൾക്ക് കെട്ടിക്കൊടുക്ക്, ഉറക്കത്തിൽ മൂത്രയിക്കുന്ന കുട്ടികൾക്ക് കെട്ടിക്കൊടുക്ക്, ഉറക്കത്തിൽ പേടിപ്പെടുന്ന സ്വപ്നം കാണുന്ന മക്കൾക്ക് കെട്ടിക്കൊടുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം, ഒരു രൂപം അങ്ങനെ സഞ്ചരിക്കുകയാണ്, വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുറേ മക്കളുണ്ട്, വസ്വാസിൻ്റെ ബുദ്ധിമുട്ടുള്ള മക്കളുണ്ട്, അവർക്കൊക്കെ ഇത് കെട്ടിക്കൊടുക്കാം. എല്ലാ പൈശാചികമായ ഷെറും കെട്ടില്ലാതെയാകും. ഇത് മഹാനായ അലീത്തങ്ങൾ രചിച്ച ജൽജലൂത്ത് ബൈത്തിലെ ഒരു ഭാഗമാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അമലിനെ അള്ളാഹു നീ കബൂലാക്കണം, അല്ലാഹ് നീ സ്വീകരിക്കണം, അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് വലിയ അഭിവൃദ്ധി കൊടുക്കണം, അല്ലാഹ് വലിയ റാഹത്ത് കൊടുക്കണം, അല്ലാഹ് എല്ലാ പൈശാചികമായ ഷറിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ കാത്ത് സംരക്ഷിക്കണം, അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ മാതാപിതാക്കളായ ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്, അല്ലാഹ് വലിയ വിഷമമാണ്, അല്ലാഹ് മക്കൾ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവാതിരിക്കാൻ, ലഹരിയുടെ അടിമയായി തീരാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യാം. ഇനി ഇതൊന്നും മക്കൾ സംഭവിക്കുന്നില്ല, തലയിണയുടെ അടിയിൽ വെക്കാം, മക്കളറിയാതെ തലയിണയുടെ അടിയിൽ വെക്കാം, അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി മക്കൾ ഇവിടെ ഇല്ല, അവരുടെ ഡ്രസ്സിൽ വെക്കാം. വിദേശത്താണ് മക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളെന്നല്ല, വലിയ മക്കൾക്കും പറ്റും ഇത്. അല്ലാഹു കബൂലാക്കട്ടെ. ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും ഒരു കമൻറ്റ് അൽഹംദുലില്ലാ തങ്ങളെ ഞാൻ സ്വീകരിക്കട്ടെ ഒന്നൊരു സമ്മതം ചോദിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ഒരു മജ്‌ലിസിനോടൊപ്പം ചേരാൻ, ഇതിൻ്റെ ഭാഗമായി തീരാൻ, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവാൻ ഇതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിഞ്ഞാലുള്ളൊരു നമ്പറുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, അതിൽ ജോയിൻ ചെയ്യും. അല്ലാഹുവേ ഞങ്ങളെ സകലമാന ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം, അല്ലാഹ് ജീവിതത്തിൽ വലിയ റാഹത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.